അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് ഇന്ന് പകലിൽ നിങ്ങളുമായിട്ട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്ന സബ്ജക്റ്റ് ബാബേൽ ഗോപുരത്തിനെ പറ്റിയിട്ടാകുന്നു. ഉൽപ്പത്തി പുസ്തകം 11:1 മുതൽ 9 വരെയുള്ള വചനഭാഗം ഇതിനെ സൂചിപ്പിക്കുന്നു. ആ കാലയളവിൽ ജനം ഒരേ ഭാഷയായിരുന്നു സംസാരിച്ചിരുന്നത്. ദൈവത്തിന്റെ ഹിതം ജനം ചിതറിപ്പാർത്ത് ഭൂമിയിൽ നിറയുക എന്നുള്ളതായിരുന്നു. പക്ഷെ ദൈവത്തിന്റെ പദ്ധതി വിട്ട് ജനം എല്ലാ അവർ ഒരു സ്ഥലത്ത് ഒന്നിച്ചുകൂടി ഒരു പട്ടണവും ഒരു ഗോപുരവും പണിയുവാൻ ആരംഭിക്കുന്നു. അതിന് ബാബേൽ എന്ന് പേരുവിടുന്നു. അതിൻ്റെ അവസാനം, അതിൻ്റെ ഒടുക്കമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന് ഹിതമല്ലാത്തതുകൊണ്ട് ദൈവം ആ പദ്ധതിയെ ചിഹ്നിച്ചു കളയുന്നു. ആ പദ്ധതിയെ സ്റ്റോപ്പാക്കുന്നു. ജനത്തെ ചിതറിക്കുന്നതായിട്ട് നമ്മൾ ഈ വചനഭാഗത്ത് കാണുന്നുണ്ട്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ദൈവത്തിൻ്റെ ഹിതമല്ലാത്ത പദ്ധതിയിലേക്കാണ് നമ്മൾ കയറുന്നതെങ്കിൽ അതിൻ്റെ ആ ഒടുക്കം നല്ലതാകത്തില്ല. ഇവിടെ ഈ ജനം എന്തുകൊണ്ടാകുന്നു ഇത് പണിതത്? അതെ, ഈ ബാബേൽ ഗോപുരത്തെ പറ്റി സൂചിപ്പിക്കുന്നത് അഹങ്കാരത്തെ കാണിക്കുന്നു. അത് മാത്രമല്ല, ആ മത്സരത്തെയും അത് കാണിക്കുന്നു. അതെ, ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവം നിഗളികളോട് എതിർത്തു നിൽക്കുന്നു. അത് എന്നും എന്നേക്കും അതെ, നിഗളികളോട് ദൈവം എതിർത്തു നിൽക്കുന്ന ദൈവമാകുന്നു. മത്സരത്തെ പറ്റിയിട്ട് 1 ശമൂവേൽ 15:23 ഇങ്ങനെ വായിക്കുന്നു, മത്സരം ആഭിചാര ദോഷം പോലെ അത്രേ. മത്സരം എന്ന് പറയുന്നത് ആഭിചാര ദോഷം പോലെ അത്രേ. അത്രയും വലിയ പാപമാണ്. ദൈവത്തോട് ഈ ജനം മത്സരിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മുടെ ഉള്ളിലും എന്തെങ്കിലും പ്രൈഡോ അല്ലെങ്കിൽ എന്തെങ്കിലും മത്സര സ്വഭാവം ഉണ്ടെങ്കിൽ ഇന്ന് പകലിൽ ദൈവത്തോട് ക്ഷമ പറഞ്ഞ് കർത്താവിൻ്റെ സന്നിധിക്കൊന്ന് ഏൽപ്പിച്ച് നിങ്ങൾ പ്രാർത്ഥിച്ചാട്ടെ. തിരിഹിതമല്ലാത്ത പദ്ധതിയിലേക്ക് നമ്മൾ നടന്നെടുക്കരുത്. തിരിഹിതമല്ലാത്തതൊന്നും നമ്മുടെ ജീവിതത്തിൽ വേണ്ട. അത് അനുഗ്രഹമാകത്തില്ല, അത് ശാപം വിളിച്ചു വരുത്തും. അതുകൊണ്ട് ഇന്ന് പകലിൽ ഈ 2 മേഖലകൾ എന്തെങ്കിലും ക്രമീകരിക്കുവാനുണ്ടെങ്കിൽ, അഹങ്കാര സ്വഭാവങ്ങളോ മത്സര സ്വഭാവങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ 2 സ്വഭാവങ്ങളെ ഇന്ന് ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. വേണ്ടാത്തതിനെ സ്വർഗത്തിലെ ദൈവം ഇന്ന് പകലിൽ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാമെങ്കിൽ, ഇന്ന് സമർപ്പണത്തോടെ പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിലേക്ക് ഒന്ന് വിട്ടുകൊടുക്കാമെങ്കിൽ നിങ്ങൾക്ക് ഈ 2 മേഖലയിൽ നിന്നും സ്വർഗത്തിലെ ദൈവം ഒരു വിടുതലിനെ കൽപ്പിച്ചാക്കിയിരിക്കുക തന്നെ ചെയ്യും.